should have seen it coming through the years left in the dust. But after all the lessons learned, it would end the both of us. There's a first for everything, like a hand holding mine. Now I'm left here with the pain from her I love you goodbye. Though it hurts to watch my whole world become the woman she would be, the thing that I forgot would set her free. I taught her how to leave. Summer, man, it feels like yesterday when she was looking out that window on the bus to second grade. The first step she'd ever take, the first cut from a heartbreak. Been through it all, but now it's time to go our separate ways. There's a first for everything, like a hand holding mine. Now I'm left here with the pain from her I love you goodbye. And though it hurts to watch my whole world become the woman she would be, the thing that I forgot would set her free. I taught her how to leave. നിനക്കിനി വേണ്ട കൊച്ചേ, കുറച്ചുണ്ട് വരും. കളിച്ചു കഴിഞ്ഞാ പിന്നെ അമ്മയ്ക്ക് എനിക്ക് വേണ്ട. കണ്ട, ഇതാണ് എന്റെ അവസ്ഥ. 5 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ് വീഴും. നീ കുറച്ചേരം ചേച്ചി വാ കളിക്കാം. അമ്മമ്മ വാ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ. വാ. കുറച്ചേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് പിന്നെ കളിക്കാം. അതെ അതെ, നിങ്ങൾ എല്ലാരും കുറച്ചേരം വിശ്രമിച്ച് എന്നിട്ട് പിന്നെ കളിക്കാം. എന്താ മോളെ ഒറ്റയ്ക്ക് അവിടെ ചെന്നിരിക്കുന്നേ? ഒന്നുമില്ല അമ്മൂമ്മ. അയ്യോ അയ്യോ, വേർത്ത് കുളിച്ച് വയ്യാണ്ടായേ. പിന്നെ വയ്യാണ്ടാവാതെ അമ്മാതിരി ഓട്ടല്ലേ നീ ഓടിയേ? വെട്ടില് ചാടുന്ന പോലല്ലേ നീ കിടന്ന് ഓടിയേ? ഇപ്പൊ അത്യാവശ്യത്തിന് ഒരു ഐസ്ക്രീം വെട്ടിക്കഴിഞ്ഞാ പൊളിക്കും. പാറു, എന്നാ ഞാനങ്ങ് പോയിക്കോട്ടെ. അതെന്തൊരു പരിപാടി? ഇപ്പഴേ പോകണ്ട, കുറച്ചു നേരം കൊണ്ട് കഴിഞ്ഞിട്ട് പോയാൽ മതി. കളി കഴിഞ്ഞില്ലയോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ മാങ്ങ ഇറക്കി തിന്നോണ്ടിരിക്കും. മോളെ, ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എല്ലാരും കേട്ടോ. അയ്യോ അമ്മ, അത് പറ്റില്ല. ഞാൻ വീട്ടിൽ ചെന്നാലേ അച്ഛനും അമ്മയും കഴിക്കൂ. അയ്യോ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞോളാം. തൽക്കാലം ഈ ചോക്ലേറ്റും ഐസ്ക്രീം ഒക്കെ കഴിക്കേ. എനിക്ക് വേണ്ട മക്കളെ, നിങ്ങൾ കഴിച്ചോ? അത് പറ്റില്ല, അമ്മ കഴിക്കൂ. എനിക്ക് നേരെ അയ്യ, എന്നാ പിന്നെ എല്ലാം കൂടെ അങ്ങ് കൊടുക്കുക.
കിട്ടിയേക്കൊള്ളായിരുന്നു. ഇതാ അമ്മ വയ്ക്കും. എന്താ മോള് കഴിക്കുന്നില്ലേ? ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. അത് കുഴപ്പമില്ല, കഴിച്ചോ. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനോ അലിഞ്ഞു പോവും. അത് കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകാൻ നേരത്തെ എടുത്തോളാം. അതിന് വേണ്ടിയുള്ളൊന്നും ഇല്ലല്ലോ, അത് മക്കള് കഴിക്ക്. അതെ, ഒരെണ്ണേ ഉള്ളൂ, അത് കഴിച്ചോ. അത് കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയ്ക്കും കൂടെ കൊടുത്തിട്ട് കഴിച്ചോളാം. മോളുടെ വീട് എവിടാ? ചെമ്പുമുക്കി പോകുന്ന വഴിയാ. പണ്ട് മുതലേ അവിടാന്നോ താമസിക്കുന്നേ? അല്ല, പുതിയതായിട്ട് വാടകയ്ക്ക് വന്നു. 2 വർഷമായിട്ട് അവളിവിടെ സെറ്റിലാ. ഞാനായിട്ട് കൂട്ടുകൂടിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഇവള് കളിക്കാനൊന്നും വരത്തില്ല. ഇവള് എപ്പോഴും വീട്ടിൽ തന്നെയാ. അതെന്താ? അച്ഛനെന്താ ജോലി? വീടൊക്കെ പണിയുന്ന ജോലിയായിരുന്നു. ആയിരുന്നു. അപ്പൊ ഇപ്പൊ ജോലിയില്ലേ? ഇല്ല, ജോലിക്കിടയിൽ ഒരു അപകടം പറ്റി ഇപ്പൊ കിടപ്പിലാ അച്ഛൻ. അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വീട്ടിൽ ഒരാൾ വേണം. അമ്മ ജോലിക്ക് പോയി കഴിയുമ്പോൾ അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. അതാ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാത്തത്. അപ്പൊ മോളെ ബന്ധുക്കളൊന്നും ഇല്ലേ? ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ ആരും ഇല്ല. ഉള്ളവരോട്ടോ വരെയില്ല. മോളിത് കഴിച്ചോ? നമുക്ക് വീട്ടിൽ പോകുമ്പോഴേ വേറെ കൊണ്ടുപോവാം. എങ്കിൽ ഞാനിത് അവർക്കും കൂടെ കൊടുത്തിട്ട് കഴിക്കാം. അതിന്റെ ആവശ്യമില്ല, അവർക്കുള്ളതൊക്കെ ഞാൻ അവിടെ കൊടുത്തായിരുന്നു. എങ്കിൽ ഞാൻ അവരോട് പോയിരുന്ന് കഴിച്ചോളാം. പാവം കൊച്ച്, അമ്മയോടും അച്ഛനോടുള്ള സ്നേഹം കണ്ടോ? അവൾ അച്ഛൻ്റെ കാര്യം എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അമ്മയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയാറ്. അവളുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എന്തോ പോലെ. വിഷമിക്കണ്ട പാറു, വിഷമമൊക്കെ നമ്മൾ മാറ്റാം. മക്കൾ ആദ്യം പുറത്തു പോയി കളിക്ക് പോ. അമ്മായേ, ലക്ഷ്യേച്ചേ, തൃപ്തി പോന്നേ, ഇങ്ങോട്ട് വന്നേ. എന്താന്ന്? തൃപ്തി പോന്നെന്ന്. എന്താ പെട്ടെന്ന് പോന്നെ? കുറച്ച് കഴിഞ്ഞ് പോവാം. അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചിട്ട് വിഷമം വരുന്നാ? എനിക്ക് എവിടെ പോയാലും ആ ഒരു ഓർമ്മയാ. എനിക്കിവിടെ നിൽക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്നാ പിന്നെ പോയിട്ട് വരട്ടെ, ഞാൻ ദാ വരുന്നേ. എന്താ ബലൂണ് വീട്ടിൽ കൊണ്ടുപോകാനാണോ? ആ, കൊണ്ടുപോവാ. അത് അമ്മയ്ക്ക് കൊടുക്കാനാണോ? പൊടി. പാറു, പാറിന് എങ്ങനെ പരിചയം? ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഒരുമിച്ചാ. സെയിം സ്കൂളാണോ? ആ, അതെ. മോളെ നീ വന്നേ. ഇത് കൈവച്ചു. ഇതെന്താ അമ്മൂമ്മ? ഇതൊന്നുമില്ല, ഇച്ചിരി പൈസ. ഇത് മക്കൾ കൈവച്ചു. വേണ്ട അമ്മൂമ്മ, നമുക്ക് വെറുതെ കിട്ടുന്ന പൈസ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കരുതെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ തരുന്നതല്ല, ഇതേ ഇത് വിഷു കഴിഞ്ഞിട്ടോ. അതിന് വിഷു കഴിഞ്ഞില്ല അമ്മൂമ്മ. വിഷു കഴിഞ്ഞല്ലേ മോൾ ഇങ്ങോട്ട് വന്നത്? ഇത് വെച്ച. വേണ്ട അമ്മൂമ്മ. അയ്യോ, വിഷു കഴിഞ്ഞിട്ടും തരുമ്പോഴേ വേണ്ടെന്ന് പറയാൻ പാടില്ല. വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഇത് വെച്ച. വേണ്ട. തൃപ്തി, തൃപ്തി ഇനി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. തൃപ്തിയുടെ റിലേറ്റീവ്സ് ആയിട്ട് നമ്മൾ എല്ലാരും കൂടെയുണ്ട്. ഒരു ദിവസം നമുക്ക് തൃപ്തിയുടെ വീട്ടിലോട്ട് പോയാലോ? പോയിന്റ്. നമുക്ക് ഇന്ന് തന്നെ പോവാം. പോണ വഴിക്ക് തൃപ്തിയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ള എല്ലാ സമ്മാനം മേടിച്ചിട്ട് പോവാം. എന്ത് പറയണ ലച്ചു? ഞാൻ റെഡി. திருப்தி, நீ அடுத்த வாட்டி வரும்போது சொல்லிட்டு வா. உனக்கு பிடிச்ச மாதிரி எல்லா ஸ்பெஷலும் ஆண்டி செஞ்சு வச்சுக்கிறேன். உன்னோட ஃப்ரெண்ட்ஸையும் கூப்பிட்டுக்கோ. തൃപ്തി, കരയുന്ന എന്തിനാ? ഞങ്ങൾക്ക് ആരുമില്ല. ഇതുവരെ ആരും ഞങ്ങളോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളില്ലേ നിന്റെ കൂടെ?
മതി മതി. കരയില്ലേ കുട്ടാ?